ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ സ്ക്വിഡ് ഗെയിം സീസൺ 3 എന്നതാണ്. കളിച്ചോക്ക. ഇവിടെ ഒരുപാട് ആൾക്കാർ. എൻ്റെ മുടിയൊക്കെ അവിടെ പോയി. ഞാൻ എൻ്റെ മുടി കാണാനില്ല. എന്താ ലോഡായില്ല? ആരും മുടിയില്ലല്ലോ. ഇവിടെ എല്ലാവരും മുട്ടകളുടെ ലോകം. കടന്നു ഒരു 4 3 2 1. പോയിക്കൊണ്ടിരിക്കുന്നു. നേരെ തിരിയുന്നു. എനിക്ക് ഇതിനെ കൺട്രോൾ അധികം കിട്ടില്ല. ഫോണിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അധികം എക്സ്പീരിയൻസ് ഇത് കണ്ടിട്ട് എനിക്ക് കോക്കമാക്ക വെച്ച് തോന്നുന്നു. അതന്നെ. റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് അഗെയിൻ അല്ലേ? ആണ്. ഞാൻ മൂലയ്ക്ക് വന്നതിൻ്റെ കാര്യം നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ചാടി കളിക്കാനാ. അതിൽ എൻ്റെ ചിത്രം വരും. ചാടി കളിച്ചാൽ എൻ്റെ ചിത്രം വരും. അങ്ങനെ ഈ മോട്ടേഷ് കുമാറിനെ എല്ലാവരും കാണും. ഞാൻ ചാടി കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനവിടെ എന്നെ ആർക്കും കാണാൻ കഴിയുന്നില്ല. ഞാൻ അപ്രതീക്ഷിതമാണ്. ആൾക്കാരെ ഉണ്ടാൻ കഴിയും. നമ്മൾ ജസ്റ്റ് മരം പോയിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. ചോരൊക്കെ ഒന്നും ചാവില്ലല്ലോ. നമുക്ക് നോക്കിയൊക്കെ. ഒന്നും പറ്റില്ല. ഇവിടെ സംഭവിക്കണേ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നമ്മൾ ഒരു ചെറിയൊരു ഡാൻസ് സ്റ്റെപ്പ് നോക്കിയായിരുന്നു. അപ്പോൾ പണി വാളിക്കും. ഡാൻസ് സ്റ്റെപ്പ് ഇത്തിരി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ഡാൻസ് സ്റ്റെപ്പ് എന്തോ ഹാങ് ആയി പോകുന്നു. എന്നുവെച്ചാൽ എല്ലാവരും മൊട്ട തരത്തിലാണ് കാണുന്നത്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇത് ഒരുത്തത്തെ തിരിച്ച് അവിടെ പോയി ചുറ്റി കറങ്ങി. എന്താ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലേ? നമ്മൾ അത്രയ്ക്ക് പ്രോയൊന്നും ആയില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ അധികം ചെയ്യില്ല. ഏതൊരു സൈത്താമ എൻ്റെ പിറകെ വന്ന് നിൽക്കുന്നുണ്ട്. ഓൻ എന്നെ ഒരു ദിവസം കിട്ടും. ഞാൻ വെറുതെ വിടില്ല. അത് എന്നെ സംബന്ധിച്ചൊരുത്തനാണ്. ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. നമുക്ക് കണ്ടിന്യൂ എടുക്കാം. കാരണം ലെക്സ് കൊടുത്താൽ നമ്മൾ പെട്ടെന്ന് ചാവുമെന്ന് എനിക്ക് നല്ല അനുഭവമുള്ള. ഒരുപാട് പ്രാവശ്യം ഞാൻ അത് കളിച്ച് ലെക്സ് കൊടുത്ത് പെട്ടെന്ന് മരിച്ചു. ഇതെന്താ അവിടെ? വാട്ട് ഈസ് ദാറ്റ്? ബാത്റൂം. ഇപ്പം നമുക്ക് തിരിച്ചു പോകുന്നു. ഈ ഒപ്പ ടൈം ആയോ? ഇവിടെ ബോട്ട് കയ്യില്ലേ? ബോട്ടടെ ഉമ്മാരെല്ലാവരും അതിൻ്റെ മേലെ കയറുന്നുണ്ട്. കയ്യത്ത് ഇതിലാവട്ടെ. പോവുകയാണെങ്കിൽ വോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ തെറ്റായിട്ട് കയറിയാൽ നമ്മൾ എന്തായാലും മരിക്കും. എനിക്ക് ഏറ്റവും ഇല്ലാത്ത ഗെയിം ഇതാണ്, ചാടി കളിക്കുന്നത്. എനിക്ക് ഏറ്റവും പേടുള്ള ഗെയിം കാസ് ബ്രിഡ്ജാണ്. അതിൽ എനിക്കധികം ബാലൻസ് ലക്ക് തീരില്ലാത്തതുകൊണ്ടാണ് മാത്രമാണ് എനിക്കിത് പറ്റാത്തത്. ലക്ക്, ഐ ഹാവ് നോ ലക്ക് എന്ന് ഇംഗ്ലീഷിലും പറയാം. ഇവിടേക്ക് നോക്ക് പോയാൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കും. വലിയ മാനസിലാണല്ലോ. അടിപൊളി. ഉമ്മമാർക്കൊക്കെ ഇത് കിട്ടാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടോ? ഞാനിത് ഷോർട്ട് കട്ട് എടുത്താണ്. അല്ലെങ്കിൽ അതിലൂടെ വീണ്ടും ചുറ്റി വരണ്ടേ. ദാറ്റ്സ് മൈ ഷോർട്ട് കട്ട് എപ്പോഴും പൊളിയാണ്. ഷോർട്ട് കട്ട് ഈസ് ദ ബെസ്റ്റ് വേ എന്നൊക്കെ ആരൊക്കെയൊക്കെയോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് മറ്റേതല്ലേ, മറ്റേ വട്ടം ത്രികോണമൊക്കെ മുറിച്ചെടുക്കണ ഗെയിം. ഇതിൽ ഞാൻ ചിലപ്പം ക്രിസ്മസ് ട്രീ ഒക്കെ ചിലപ്പോൾ കിട്ടിയ പടി വാളും. അംബ്രല്ല മാത്രം തരരുത്. അംബ്രല്ല സ്റ്റാർ, ഒരു വട്ടം ത്രികോണം സ്ക്വയർ ഇതൊക്കെ തന്നാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ
വട്ടം വട്ടം. ഓ, ഇതെന്താ ടച്ച് അടിക്കില്ല? ആ, വന്നു. അയ്യോ, ചെറുതായിട്ട് പോയല്ലോ. എന്താ ചെയ്യുക, കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ വട്ടം ഫുള്ള് കിട്ടി. നമ്മൾ ജയിച്ചിരിക്കുന്നു. സൈത്താമിനെ കൊല്ലുന്നു തോന്നുന്നു. തൂക്ക് ശിക്ഷ വിധിച്ചു. അവിടെ കാണില്ല, കാരണം എനിക്ക് അവനെ ഫുള്ള് ഇറച്ചിങ്ങനെ എപ്പോൾ നോക്കിയാലും അവിടേക്ക് വരും. പിന്നെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഒരുത്തനും കൂടിയാ. എന്നാൽ ഞങ്ങൾ തമ്മിൽ ഇപ്പം അധികം ഇതിലല്ല. അല്ലെങ്കിൽ ഞങ്ങൾ ഇതേമാതിരി കോടീൻ്റെ മേലൊക്കെ കയറി. ദാറ്റ്സ് ഓൾ. ഈ സ്ലൈഡിൽ നമുക്ക് താനെ ഉരുണ്ട് കയറാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ പുതിയ ട്രിക്ക് അടിച്ചത്. നമ്മൾ നേരെ സ്ലൈഡിൽ കയറാൻ ഒച്ചരോട്ടം വൂയിന്ന് പറഞ്ഞിട്ട് എഴുതാം. കണ്ടാ എങ്ങണ്ട്? പൊളിയല്ലേ? ഇനി കുറച്ച് നമുക്ക് അധികം എൻ്റെ തല ഓയ് എന്താ പോയേ? വാട്ട്സ് റോങ് വിത്ത് മീ? ചാടി പച്ച കളിക്ക്. പച്ച മെല്ലെ പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ കൊള്ളിയെന്ന് അറിയില്ലേ? അതേമാതിരി പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ കൊണ്ടു. ഇതിൻ്റെ മേലെ പറക്കോ. ആ കമ്പിൻ്റെ മേലെ കയറി. എന്തൊരു മെസ്സേജ് വന്നിട്ട് പോയി. എന്തായിരുന്നു? ഒന്നായിരുന്നു. ആ, തീരാട്ടെ. പെട്ടെന്ന് കളിയിരുന്നു. ആ, കഴിഞ്ഞു. വീണ്ടും വന്നു. സ്റ്റോപ്പർ കണ്ടിന്യൂ. ഇല്ലേലിപ്പം ഞാൻ എന്താ ചെയ്യുക? കണ്ടിന്യൂ എടുക്കണോ സ്റ്റോപ്പ് എടുക്കണോ? നമുക്ക് ഇത്തിരി റിസ്ക് ചെയ്യണോ? എന്താ ചെയ്യുക? വട്ടയിടോ കണ്ടിന്യൂ തന്നെ കൊടുത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഗെയിം എന്താ? അടുത്തത് എനിക്ക് തോന്നുന്നത് റൂമിലിട്ടടി നോക്കാം. വാട്ട്സ് ദാറ്റ്സ് ഗെയിം? അതന്നെ. ഒരുപാട് ആൾക്കാർ ഒളിക്കാനൊക്കെ പോയുള്ളത്. അവിടേക്ക് കുളിക്കാൻ പൈസ വീണ്ടും നിറഞ്ഞു. ഇതെൻ്റെ പൈസയാ, ഞാൻ അപ്പോളേ പറയുന്നു. അതന്നെ. ഇവിടെ ഒരാൾ ഒളിച്ചിട്ടുണ്ടല്ലോ. കണ്ടേ. അടിച്ച് എന്നെ അടിക്കാൻ വരുന്നത് ഓടി. എല്ലാവരും കൂടി എന്നെന്തിനാ അടിക്കണേ? ഐ ആം വെരി പുവർ മാൻ. ഇത് ഓടാൻ കഴിയില്ല. എനിക്കിന്ന് ഓടാൻ കഴിയാത്ത എന്തോന്ന് ആയിപ്പോയല്ലോ. ഐ കാണ്ട് റണ്ണുള്ളത്. എന്ത് ഓടാൻ കഴിയാത്ത? ആരും അടിക്കാനും കഴിയില്ല, ആരും ഓടാനും കഴിയില്ല. പാട്ടല്ലേ? 34 33 പെട്ടെന്ന് കഴിഞ്ഞാൽ മതി. എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ചാവേണ്ടി വരുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത് അജക്മാൻ, വാട്ട് ആർ യു ഡൂയിങ്? എല്ലാവരും ഞാൻ പാവാണ്. ആണെങ്കിൽ പിടിക്കാൻ വാടാ. എന്നെ ഓടിത്തോൽപ്പിക്കാൻ എതിരായിട്ട് ആരും ശ്രമിച്ചാലും നടക്കൂല. വാ. ഏത് മൈച്ച് ബോക്സ് ഒക്കെ ഉണ്ട്. അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലൊന്നും വാടാ. അടിച്ചു കൊല്ലും ഞാൻ നിന്നെ. എവിടെ ചെയ്യും? 4 3 2 1 0. ശരിയായി. അതിൻ്റെ ഫോട്ടോ ഉണ്ടോ അവിടെ? ഫോട്ടോ അതാക്കണം. എൻ്റെ ഫോട്ടോ ആ കറുപ്പ് കളർ കണ്ടോ? അല്ല, അതിൻ്റെ അപ്പുറത്തുള്ള കണ്ടോ? 175. അതാണ് ഞാൻ. വീണ്ടും ഇത്തിരി പൈസ കുറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോരുത്തിരെടുത്തോ? ഇത് ശൈത്താമ്മൻ്റെ പിറകെ ഒന്നും മെല്ലെ നടത്തോണ്ടേ. ആരുമില്ല. എന്തോടെ സംഭവിച്ചേ? സാധാരണ ഞാനാദ്യം പോണു. ഇപ്പോൾ ആരുമില്ല. പ്രതികാരം അത് വീട്ടാനാ. ഫസ്റ്റ് ഞാൻ തന്നെ കുതിച്ച് കയറും. കണ്ടോ? റോക്കറ്റ്സ്. ഇതേമാതിരി ഇടയ്ക്ക് സ്റ്റക്കാവുന്നുള്ളൂ. എന്നാലും ഞാൻ പൊളിയാ. കയറിക്കോ. സെറ്റ്. ഇതേതാ ഗെയിം? ഇതെന്താണ്? നമ്മൾ നീലയോ ബ്ലാക്കോ? അല്ല, നീലയോ റെഡോ? ഏതാപ്പാ ചെയ്യുക? നമുക്ക് നീല എടുക്കുകയാണ് സേഫ്, കാരണം എല്ലാം നീല. എന്താ ഗെയിമെന്ന് എനിക്ക് ഇതിനോട് മുടിയിട്ടില്ല. മറ്റേ ഇതാണോ വടംവലിയാണോ? ഇനി ഇവിടെ വടം വലിച്ച് മറ്റേ താഴേക്കിടണേ അതാണോ? നോക്കി നോക്കാം. കയറൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ചാടിപ്പോണോ? ഇല്ല, വടംവലിയാ. ഈ പുള്ളമർത്തണം. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണ്? ഒരു സ്ഥലത്ത് നിൽക്കൂല.
ഇത് കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ ഇത് ടൈ ആയിപ്പോയി. ഇത് ഇപ്രാവശ്യം ഒരാളെ കൊണ്ട് പോവും, അല്ലെങ്കിൽ ടൈ ആവും. ഇതെല്ലാവരും ഇത് സിമ്പിൾ ഗെയിമായതുകൊണ്ട് ടൈ ആവുന്ന തോന്നണേ. നോക്കി നോക്കാം. ടിങ് ടിങ് ടിങ്. പെട്ടെന്ന് കഴിഞ്ഞാൽ മതി. 34, 33. ഇത് പോവും. കിട്ടില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യുക? നീ ലെവൽ 5 ആവാൻ പോവാ. എൻ്റെ അടുത്ത് ഒരു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്നാണ് ഒരു വിശ്വാസം. നോക്കാം. 13, 12, 11, 10, 9 കേൾക്കട്ടെ. അപ്പം ഞാൻ പുള്ള് കളിക്കട്ടെ. പുൾ പെട്ടെന്ന് ജയിക്കി. പെട്ടെന്ന് ജയിക്കി. യാ ടൈ. എനിക്ക് എപ്പോഴേ തോന്നിനി ടൈ ആകും. ചെടിയൊക്കെയല്ല. എത്ര ആളുണ്ട്? അപ്പോൾ പോയി. സ്റ്റോപ്പർ കണ്ടിന്യൂ. വീണ്ടും വന്നിരിക്കുന്നു ഗൈസ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ. ദാറ്റ്സ് സേഫ്. അതായത് മിഗ്വിൽ ബോക്സിൻ്റെ അടുത്തൊക്കെ ഞാനെപ്പോഴാണ് മിഗ്വിൽ ബോക്സായി? അല്ല, നൈറ്റ് ബോക്സാ. എന്തത് സൈത്താമത വീണ്ടും പോകണം. നമുക്ക് പോവാം. വടംവലിക്ക് നമ്മൾ ഫസ്റ്റ് കപ്പ് നേടിയില്ല. ഷാജിപ്പാപ്പനായില്ല നമ്മൾ. അതുകൊണ്ട് നമുക്ക് വിഷമമുണ്ട്. ഇനി അടുത്ത ഗെയിം എന്താവും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അടുത്തത് എന്താവും കാരണം എനിക്കധികം എക്സ്പീരിയൻസ് ഇല്ല. ഇത് ഓട്ട മത്സരമാണത്. ഓട്ട മത്സരം ചിലപ്പം ജയിക്കുന്നുള്ളൂ. ഓട്ട മത്സരം നമ്മൾ ചിലപ്പോൾ ജയിക്കും. ഇത് ഞാൻ ഇതിന് മുമ്പ് എവിടെയോ കണ്ടിട്ട്. ഇത് മറ്റേതില്ലേ, ഓർഡർ ഇവൺ അല്ലേ? മറ്റേ ഷിയാങ്ങും മുത്തശ്ശനും കൂടി കളിച്ച ഗെയിം അല്ലേ? ഓർഡർ ഇവൺ അതാണ് തോന്നുന്നത്. ചിലപ്പോൾ അതാ ഗേച്ചൊക്കെ തുറന്നല്ല പയനയോ. അതന്നെ 100% ഉറപ്പ്. അതന്നെ നമുക്ക് ഈ സൈത്താമ്മേനെ ടീം മെമ്പർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓനെ എങ്ങനെയെങ്കിലും കൊല്ലണം. ദാറ്റ്സ് മൈ പ്ലസർ. അതന്നെ നോക്കി നോക്കാം. ചിലപ്പോൾ അതന്നെ ആയിരിക്കും ജയിക്കുക. പെട്ടെന്ന് ജയിക്കുക. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ലക്കിലൊക്കെയാണ് ഞാൻ സാധാരണ ജയിച്ച് പോവുക. 2 ബാച്ച് എടുക്കുക. യെസ്, ബാച്ച് 2 എന്താ കൊടുക്കുക? അയ്യോ നമ്മൾ ജയിച്ചി. ഞാൻ അടുത്ത പിക്ക് ഓർഡർ ഇവൺ ഓർഡർ എടുത്തല്ലോ. നമുക്ക് ഓടി നല്ല ശീലമാണ്, അതുകൊണ്ട് ഓർഡർ എടുക്കാം. ഇവിടെ ആരൊക്കെ ചത്തല്ലോ. ഓട് എന്തടുത്ത് ഇത് ഞാൻ പറഞ്ഞുതരില്ല ഗൈസ്. അവിടെ ആരെ ചത്ത്? ഇത് ചോരയൊക്കെ എടുക്കണുണ്ടോ? ഈ ഓടന്നെ ഇവൻ എനിക്കറിയില്ല. നോക്കി നോക്കാം. ചിലപ്പോൾ സെറ്റാവും. ഞാൻ ജയിച്ചു. മച്ചനെ വന്ന് മച്ചൻ മാരണം പോയിണ്ടാവുന്ന തോന്നുന്നത്. സൈത്താമ വേറെ അറിയോ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പോയി എന്നാണ് എൻ്റെ ഒരു നിഗമനം. പോയി. ജയിച്ചു. ഞാൻ ജയിച്ചു. ലെവൽ 5 ഇനി എന്താ അടുത്തത്? എന്താവും ഇനി? എത്ര ആൾക്കാരുണ്ട്? 3 ആൾക്കാരോ? വാ, എൻ്റെ ഫോട്ടോ എവിടെയാ? ഇതിൽ 6 ആൾക്കാർ കാണിച്ചിട്ട് 3 ആൾക്കാർ. എന്തൊക്കെയോ പ്രശ്നം നടക്കണം ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ഞാൻ ഈ ഗെയിമിൽ സെക്കൻഡ് എന്തായാലും. ഫസ്റ്റ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷിച്ചില്ല. സെക്കൻഡോ ഫസ്റ്റോ ഇതിലെന്തെങ്കിലും ഞാൻ നിർണ്ണയിക്കും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം. ഓടിക്കോ. ഇവർക്കൊന്നും എക്സൈറ്റ്മെൻറ്റ് ഇല്ല. എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ്. വീണ്ടും പൈസ വരുന്നു. എന്താ സുഖം. പൈസ നടക്കണേ. കിട്ടിയ ആപ്പിൽ ഓടാം. ഇതും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് ഗെയിം ആവും, അല്ലെങ്കിൽ 1v1 ഉണ്ടാവും. ഞാനും ഓനും തമ്മിൽ ലാസ്റ്റ് ഗെയിമാ. എന്നാലും മറ്റോനൊന്നും കാണാനില്ല. ഓൻ വന്നിട്ട് പോവാം. എനിക്കൊരു സമാധാനം ഇല്ല. അല്ലെങ്കിൽ അത്ര എനിക്ക് ഉണ്ട്. അതാവൻ വരുന്നുണ്ട്. വാ പെട്ടെന്നാ. ഞങ്ങൾ പോയി. ഇതേതാ ഗെയിം? പർപ്പിൾ കളർ വാതിൽ. വെറൈറ്റി ആണല്ലോ. ഇത് മച്ചതല്ലേ? എനിക്ക് ഏറ്റവും പേടുള്ള ഗെയിം അത്. ഗ്ലാസ് ബ്രിഡ്ജ്.
അടുത്ത് ഞാൻ തോച്ചു എന്ന് ഞാൻ നല്ല രീതിയിൽ ഉറപ്പിച്ചു. എന്ത് ചെയ്യും? അവിടെ എന്തൊക്കെയോ പൊട്ടി വീകുണ്ട്. എന്തൊക്കെയോ ഇവരെ പൊട്ടിച്ചു. ഇവർക്ക് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവനിൽ പോണേ. എന്ത് ചെയ്യാ? ഗ്ലാസ് ബ്രിഡ്ജ് ഐ ഹേറ്റ് യു വെരി മച്ച്. ചാടി വെക്കണോ? മച്ചോടെ ഇല്ല, ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നില്ല ഇവിടെ. രക്ഷപ്പെട്ടു. ചടി ചത്ത് 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 ചത്തു. മച്ചൂരും ചത്ത്. മച്ചോ റിസീവ് അടിച്ചു പോയി. അപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്ക് ചത്തുകൊണ്ട് ഡ്രോ ആയോ? മത്സരം ഡ്രോ ആയോ? അല്ലെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് പോയാ? കണ്ട് കോട്ടൻ ഷോട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ റിച്ചായി അപ്പം ഞാൻ ജയിച്ചാ. ഡ്രോ ആയി ഗൈസ്. ഡ്രോ. 3 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ എന്തോ എന്തോ ചെയ്തതിൽ ഓൻ പോയി. അപ്പം നമ്മൾ രണ്ടാൾക്കാരും ഡ്രോ ആയി. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ ജയിച്ചിരിക്കുന്നു. അവിടെ ഫുള്ള് സെറ്റപ്പാ. എന്താ ചെയ്യുവാണ്? സ്റ്റോപ്പർ കണ്ടിന്യൂ ചെയ്യാണ്ട് സമയം കഴിഞ്ഞു, ഒന്നും ചെയ്യാല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് പദവിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. പൈസ എത്രയാ പൈസ? ഞാൻ ജയിച്ചു. അപ്പം ഏച്ചു നല്ലോണം വാക്ക് വലിച്ചു. ഞാൻ ഫസ്റ്റ് ആയിട്ടോ. മാഡ്രൻ ആട്ടോ. ഇതാട്ടോ എൻ്റെ പേര് 44. ചിലർക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്ത് വെച്ചോ. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഇത് 3 മാത്രമേ ഞാൻ നിങ്ങളോട്